ഹായ്! ഇന്നത്തെ നമ്മുടെ പരിപാടി ഈ കയ്യിലിരിക്കുന്ന കളർ പേപ്പർ കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഞാൻ ആ കളർ പേപ്പറിൽ നിന്ന് ഇങ്ങനെ സ്ക്വയറിൽ ഒരു കഷ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ 4ആയി മടക്കി, എന്നിട്ട് ഒന്നും കൂടെ മടക്കിയെടുത്തു. എന്നിട്ട് അത് ഞാൻ ഇതുപോലെ എതള് പോലെ വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി അതിനെ നമ്മൾ നൂർത്തെടുക്കുമ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഒരു അടിപൊളി ഫ്ലവർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ആ ഫ്ലവറിൻ്റെ സെൻട്രലിൽ നിന്ന് ഒരു എതളിൻ്റെ നീട്ടത്തിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് അത് മറ്റൊരു എതളിന് മേലെ പശ തേച്ച് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പർ സ്റ്റിക്കാണ്. ന്യൂസ് പേപ്പർ സ്റ്റിക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിലേക്ക് ഞാനിനി ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ടും ബ്ലാക്ക് കളർ കൊടുത്തു. അങ്ങനെ ഞാൻ 14 പീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ആ 14 പീസും ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. 7 എണ്ണം താഴെയും 7 എണ്ണം മേളിലും ആയിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഞാനിവിടെ 12 വ്യത്യസ്ത കളറിലുള്ള പൂക്കൾ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഞാൻ എല്ലാ പൂക്കളും കോണോട് കോണായിട്ട് ഒട്ടിച്ചെടുത്തു. ഇതുപോലെ ഉണ്ടായിരുന്നു ഏകദേശം. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കണം. ബീഡ്സ് എന്ന് പറഞ്ഞാൽ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഡ്രസ്സിലൊക്കെ വെക്കുന്ന കൂട്ട് ബീഡ്സ് ആണ്. ഇതുപോലത്തെ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ പൂക്കളുടെ എല്ലാം സെൻറ്ററിലായിട്ട് നമുക്ക് പശ തേച്ച് കൊടുക്കണം, ബീഡ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ പൂക്കളുടെ ഉള്ളിലും ഞാൻ ഇങ്ങനെ പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബീഡ്സ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് ഒട്ടിക്കണം. പൂവിന് ഡാമേജ് ആവാതെ നോക്കണം കേട്ടോ. അതിങ്ങനെ പെട്ടെന്ന് കീറിപ്പോവും പേപ്പർ ആയതുകൊണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ഒട്ടിച്ച് വെക്കണം. അങ്ങനെ ഇതുപോലെ എല്ലാത്തിലും ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കൊച്ചു കൂട്ടുകാർക്കൊക്കെ സ്കൂളിൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊജക്റ്റ് വർക്ക് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുവരത്തേക്കും ടാറ്റാ.